ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ ഇന്ന് എൻ്റെ സബ്ജക്റ്റ് മദ്യപാനവും കൊലപാതകവുമാണ്. അതിനെപ്പറ്റിയാണ് ഇച്ചിരി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ നമ്മളിങ്ങനെ വാർത്തകൾ ന്യൂസുകളൊക്കെ കാണുന്നു. ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിട്ട് സുഹൃത്തുക്കളാണ് എന്നിട്ട് ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്ന് മദ്യപിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു, എടുക്കുന്നു. നമ്മൾ സ്ഥിരം കാണുന്നൊരു നോക്കാം. സുഹൃത്തുക്കൾ തമ്മിൽ കൊടിച്ചു. അപ്പോൾ എന്താണ് ഈ മദ്യം കൂട്ടുകൂടിയിരുന്ന് കഴിച്ചിട്ട്? മദ്യം വിഷമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞോണൊക്കെ മദ്യം വിഷമാണ്. പക്ഷേങ്കിൽ ആ വിഷത്തെയാണെന്ന് എല്ലാവർക്കും ഇഷ്ടം. ആ വിഷമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആ വിഷമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ആ വിഷമാണെന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ കൂടുതലായിട്ട്. അപ്പോൾ ഈ വിഷം അകത്തിയെല്ലാനും കൊണ്ട്, മദ്യം എന്ന വിഷം അകത്തിയെല്ലാനും കൊണ്ട് അവരെന്ത് ഇതും കാണിക്കും. അതിനവർക്ക് പൈസയുണ്ട്. ഏത് കൂലിവേല ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും അവന് പണി കഴിയുന്ന ഉടനെ സന്ധ്യ ആകുമ്പോൾ ബിവറേജ് ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ബിവറേജ് ക്യൂവിൽ. ഇപ്പോൾ ഇവിടെ ഡൽഹിയിലായാലും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ പോയി ക്യൂ നിൽക്കുന്നത് ഒരു തെള്ളുമില്ലാതെ, ഒരു കാര്യമില്ലാതെ ലൈനായിട്ട് നിൽക്കും. ലൈനൊന്നും തെറ്റിക്കാതെ ലൈനിൽ തന്നെ നിൽക്കും. അതേസമയം എന്തെങ്കിലും മറ്റൊരു കാര്യത്തെ ചെന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ ഒന്നും തെള്ളും, മുന്നേ കയറി നിൽക്കാനുള്ളതും പുറകെ കയറി നിൽക്കാനുള്ളതും അങ്ങനെ ഒന്നും തെള്ളും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു മദ്യക്കടയുടെ മുന്നിൽ അതിന് ഈ ആണുങ്ങൾക്കുണ്ടല്ലോ, അയ്യോ ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. എത്ര അക്ഷമയോടെ തൻ്റെ നമ്പർ വരുന്നിടം വരെ ക്യൂവിൽ നിൽക്കാൻ ഭയങ്കര ഞാൻ അവരെ സമ്മതിക്കണം. അവർക്ക് ഇത്രയും സഹനമുണ്ടോ ക്ഷമയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ആ ക്യൂവിലിങ്ങനെ നിൽക്കുന്ന കണ്ടാൽ, ആ വിഷം മേടിക്കാൻ നിൽക്കുന്ന മദ്യമെന്ന വിഷം മേടിക്കാൻ നിൽക്കുന്ന ക്യൂ കണ്ടാലുണ്ടല്ലോ നമ്മൾ അതിശയിച്ചു പോകും. വേറെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട്, സർക്കാരിൻ്റെയോ അല്ലാതെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങൾ ക്യൂവിൽ ഒരു ബാങ്കിൽ ചെന്നാൽ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ക്യൂവിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ ഒരു അസഹിഷ്ണുതയാണെന്നറിയാമോ ക്യൂവിൽ നിൽക്കാൻ. അവിടെ ക്യൂവിൽ നിൽക്കാൻ കാണിക്കുന്നത് ഒരു പൊതുകാര്യങ്ങൾക്ക് ചെന്നാലോ എടുത്താലോ, അല്ലെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞാൽ കാണിക്കുന്ന അസഹിഷ്ണുതയും ദേഷ്യവും ഒക്കെ ഒന്ന് കാണണോ ആൾക്കാരുടെ. എന്നാൽ ബിവറേജിൻ്റെ മുന്നിൽ നിൽക്കാൻ എത്ര ക്യൂ വേണേലും അക്ഷമയോടെ, ഇത്രയും നല്ല ആൾക്കാരുണ്ട്. ഇത്രയും സഹനത്തോടെ ക്ഷമയോടെ അക്ഷമയോടെ ക്യൂ പാലിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടേക്കാമെങ്കിലും ഉണ്ടല്ലോ, അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ ഇവരുടെ ഒരു സഹനം, ക്ഷമ, ക്യൂ പാലിക്കാനുള്ളത്. എന്തിനായി നിൽക്കുന്നത്? മദ്യം എന്ന വിഷം മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വല്ലപ്പോഴും അങ്ങനെ ഇത് ചെയ്യുന്നവരോ എടുക്കുന്നവരോ ഒക്കെ സ്ഥിരം എടുക്കുന്നവരുണ്ട്. പിന്നെ പറയുന്നത് എന്തുവാ, ഞങ്ങളുടെ ടെൻഷൻ പോകാനെ കൊണ്ട് കുടിക്കുവാണ്. ടെൻഷൻ ടെൻഷൻ അവർക്ക് എന്തുവാണോ ഇത്ര വലിയ ടെൻഷൻ? എന്തോ ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ പാൻ ഇന്ന് കുടിച്ചു. പിന്നെ അതിൻ്റെ മട്ട് പോയിട്ട് അടുത്ത ദിവസം ഇവർക്ക് ആ ടെൻഷൻ ഇങ്ങനെ വരുക. അപ്പം പിന്നെ അടുത്ത ദിവസം കുടിക്കണം. ആ ദിവസം കുടിച്ചു, പിന്നെ അടുത്ത ദിവസം ടെൻഷൻ കൊണ്ട് കുടിക്കുന്ന ആ മനുഷ്യനോ അയാൾക്കോ ഞാനങ്ങ് എനിക്കങ്ങ് ടെൻഷൻ കൊണ്ട് കുടിക്കുന്നതാണ്. അപ്പോൾ എന്താ ഇവനൊക്കെ എന്നും അങ്ങ് ടെൻഷനാണോ? ടെൻഷൻ മാറുന്നില്ലേ? അപ്പോൾ ഈ മദ്യം എന്ന വിഷം കുടിക്കുമ്പോൾ മാറാത്ത ടെൻഷനാണെങ്കിൽ പിന്നെയും എന്തിനാണ് ഈ മദ്യം എന്ന വിഷം വീണ്ടും മേടിച്ച് കൊടുക്കുന്നത്? തൻ്റെ കുടുംബത്തിൽ കഞ്ഞി പോലും വെക്കാൻ ഇല്ലാതെ, വീട്ടിലെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ, തൻ്റെ ഭാര്യയ്ക്കൊരു തുണി മേടിച്ച് കൊടുക്കുവോ, തൻ്റെ മക്കൾക്ക് ഇത് ചെയ്യാതെയോ എടുക്കാതെയോ. ഒത്തിരി ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയുള്ള മദ്യത്തിന് പൈസയുള്ളത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസയില്ല,
അല്ലേ ഭാര്യയ്ക്ക് ഒരു തുണി മേടിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കല്ലേ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനും എടുക്കാനും. അതേപോലെ മദ്യത്തിന് കൊണ്ട് ക്യൂ കൊടുക്കുക, പൈസ ഡെയിലി കൊടുക്കുന്ന ആണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ഉണ്ട് അങ്ങ് ടെൻഷനാണ്. അങ്ങ് ടെൻഷനും കൊണ്ട് അങ്ങ് കുടിച്ച് പോകുന്നവരോ. അപ്പം ദിവസവും കുടിക്കുന്നത് ദിവസവും ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ മാറുന്നില്ലെങ്കിൽ പിന്നെ ദിവസവും കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. ദിവസവും ടെൻഷനല്ലേ. എന്താ പറയുക, എന്തോ പറയാനാ ഈ കുടിയന്മാരെ പറ്റിയുള്ള ഇവരെ എന്നോ പറയാനാ. അത് ഈ നിസാര ജോലിക്ക് നിസാര ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായാലും കൂലിവേലക്കാരായാലും എല്ലാവരും അതുകൊണ്ട് അവർ വൈകിട്ട് ഓടുന്നത് എങ്ങോട്ടാണ്? ആദ്യം ഓടുന്ന തലയും തോർത്ത് വിട്ട്, അല്ലെങ്കിൽ ഒരു തോർത്തുമായിട്ട് പോയി തോർത്തിനകത്തിൽ ഒളിപ്പിച്ചും ആരെയും തിരുമ്മിയും ഒക്കെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുവന്ന് അപ്പം വീട്ടിലുള്ളവർക്കറിയാം ഇയാൾ ഓൾറെഡി കുടിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ടെന്നെല്ലാം വീട്ടിലുള്ള ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും അറിയാം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പാത്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് മനസ്സിലാകാൻ പറ്റാത്തത്. വീട്ടിൽ കൊണ്ടുവന്ന് പാത്ത് അടുക്കളയുടെ ഇടയിലും അടുക്കളയുടെ ഇവിടെയും അവിടെ ഇവിടെയും കൊണ്ടുവന്ന് പാത്ത് വെക്കുന്നത് അതെന്തിനാണ് കുടിക്കുന്നത്? അവർക്ക് ഓൾറെഡി അറിയാം നീ കുടിക്കുമോ കുടിക്കാതിരിക്കുമോ, ടെൻഷൻ കളയാതിരിക്കുകയോ എന്ത് ചെയ്തു. കുടിക്കുന്നതുകൊണ്ട് ഭാര്യയുടെ ശരീരത്തിന് ഒരു കുഴപ്പം വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ വീട്ടിൽ കൊണ്ടുവന്ന് പാത്ത് വെച്ച് കുടിക്കുന്ന ആൾക്കാരെ? അതിനെപ്പറ്റി ഓർക്കുന്ന ഉടനെയാണ് ചിരി വരുന്നത്. ഈ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്ന് പൈസയും മുടക്കി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പാത്ത് വെച്ചൊരു കുടി. എന്തോ ആൾക്കാരാണ്, എന്തോ പറയാനെന്ന് പറ. കുടിച്ച് ജീവിതം നശിപ്പിക്കുന്നവരാണ്. കുടിച്ച് ലിവർ എന്ന് പറഞ്ഞൊരു കാര്യമില്ലാത്ത ആൾക്കാരുണ്ട്. മഞ്ഞപ്പിത്തവും ലിവർ സിറോസിസും അതും ഇതും എല്ലാം വലിച്ച ഷുഗറും പ്രഷറും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ലാസ്റ്റ് കിഡ്നിയും കാര്യങ്ങളും എല്ലാം അടിച്ചു പോയി കഴിയുന്ന ഉടനെ അയ്യോ അപ്പോഴത്തേക്ക് അങ്ങ് പാവമാവും. അപ്പോഴത്തേക്ക് ചെന്നൊരു പരുവാകുമല്ലോ. ചെന്ന് പരുവായി കഴിയുന്ന ഉടനെ പിന്നെ അങ്ങ് പാവമാവും. അപ്പോൾ ആരാ നോക്കേണ്ടുന്നത്? എന്നിട്ട് ഈ സുഹൃത്തുക്കളെല്ലാം കൂടിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചും തമാശ പറഞ്ഞും തോണ്ടിയും അത് തോണ്ടി അച്ചാർ തോണ്ടി അത് തോണ്ടി ഇത് തോണ്ടി എല്ലാം കുടിയും പിടിയും കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കാം കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു. സുഹൃത്തുക്കളാ ടെൻഷൻ മാറാൻ പോയിരുന്നു കുടിച്ചോരാ. പിന്നെ കേൾക്കാം മദ്യപാനത്തിനിടെ തർക്കം കാരണം കൊലപാതകം. എങ്ങനെ ഉണ്ട്? ഒന്നാമത് കയ്യിലിരുന്ന കാശ് കൊടുത്ത് മദ്യമെന്ന വിഷം മേടിച്ചു. പിന്നെ അത് കുടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കി സ്വന്തം ജീവനും പോയി. ആരോ കുത്തിക്കയറ്റി, സുഹൃത്ത് തന്നെ കുത്തിക്കയറ്റി സ്വന്തം ജീവനും പോയി. അല്ലെ തലക്കടിച്ചു കൊന്നു, കുത്തിക്കൊന്നു, തെള്ളിയിട്ട് കൊന്നു. മദ്യപാനത്തിനിടെ തർക്കമുണ്ടായി. എന്താണാവോ ഈ മലയാളികളുടെ ഒരു പോക്ക്? മാന്യമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ ദൈവം എല്ലാം കൊടുത്താലും മനുഷ്യർക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യണം. തൻ്റെ അസുഖമോ തൻ്റെ ശാരീരിക വൈകല്യങ്ങളോ തനിക്കുള്ള എന്താണ് അസുഖം അതൊക്കെ അനുസരിച്ച് ചിന്തിക്കുകയും എടുക്കുകയും ജീവിക്കുകയും ചെയ്യാതെ ഇങ്ങനെ പോയി ഉള്ള അസുഖങ്ങളെയെല്ലാം മേടിച്ചു വെച്ച് പൈസ കൊടുത്തിട്ട് എല്ലാ അസുഖങ്ങളെയും വഴക്കും കൊലപാതകവും എല്ലാം മേടിക്കുന്ന ഇവരെ പറ്റി എന്ത് പറയാനാ? എന്തേലും കൊലപാതകങ്ങളാണ് നടക്കുന്നത് പരസ്പരം. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കം, ബാറി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തർക്കം, ബാറി കയറി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ തർക്കം. ചിലർക്ക് ഇച്ചിരി അകത്തി എന്നാൽ മതിയല്ലോ, പിന്നെ അങ്ങ് പട്ടാളവും പോലീസും എല്ലാം കളിക്കുമല്ലോ എല്ലാവരും. പിന്നെ ക്ഷമയില്ലല്ലോ, ടെൻഷന് പോയി കുടിച്ചതാണ്. ടെൻഷൻ മാറാൻ കുടിക്കാൻ പോയിട്ട് ഫുൾ ടെൻഷനാവുക ചെയ്യുന്നത്. എന്തു പറയാനാന്ന് പറ. ടെൻഷൻ മാറാൻ ദിവസവും കുടിച്ച് ലാസ്റ്റിൽ ഈ കക്ഷി തന്നെ ഒരു ടെൻഷനായിട്ടങ്ങ് മാറും. വീട്ടുകാർക്കും നാട്ടുകാർക്കും മറ്റുള്ളവർക്കും. മനുഷ്യനായിട്ട് ജീവിക്കാൻ
അനേകം ദൈവം തമ്പുരാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഗുണകരമെന്നാണ് ഇവർ പറയുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഇനിയും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനുള്ളവരോ വല്ലവരും ഒക്കെ പറഞ്ഞാൽ അവർ വിവരമില്ലാത്തവരായിരിക്കും അല്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഗുണകരമെന്ന് ഇവരുടെ പക്ഷം. പിന്നെ അല്ലേ, എന്നിട്ടല്ലേ പിന്നെ കരൾ വീക്കം, കരളിൽ നിന്ന് പിന്നെ വെള്ളം ഊറി വയറ്റി വീഴുക, പിന്നെ വയറ് വീർത്ത് വരിക, ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാകുക, എടുക്കുക, ഇതൊക്കെ എന്താ പൈസ കൊടുത്ത് അസുഖം മേടിക്കുന്നവർ. വിഷം എന്ന മദ്യം പൈസ കൊടുത്ത് മേടിച്ചിട്ട് അസുഖം വലിച്ചു വരും. പിന്നെ ഈ അസുഖമായി അങ്ങേയും കിടക്കുമ്പോഴോ ഞങ്ങൾ ചികിത്സ കഴിക്കാൻ വല്ലതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എത്രയോ ജീവിതങ്ങളാണ്, എത്രയോ കുടുംബങ്ങളാണ് നഷ്ടപ്പെടുന്നത്, എത്രയോ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഈ മദ്യപാനം മൂലം എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകരുന്നത്, എത്രയോ ജീവിതങ്ങളാണ് പ്രയാസത്തിൽ ആയിരിക്കുന്നത്. ഇപ്പം കുടിക്കുന്ന ഒരു സ്വന്തം മകൻ്റെ മുന്നിലിരിക്കുന്ന കുടിക്കുന്ന ഒരു അപ്പന് ആ മകൻ കുടിക്കുമ്പോൾ ആ മകനെ തടയാൻ പറ്റുമോ? അപ്പം ഒരപ്പനെന്ന സ്ഥിതിക്ക് സ്വന്തം മകനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വ്യവസ്ഥിതി ആ അപ്പൻ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആരോടാണ് പറയാൻ, എന്തുവാണ് പറയേണ്ടത്? മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമോ? മക്കളൊപ്പം ഇരുന്ന് മദ്യപാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിതാവിനോ ഒരു അച്ഛനോ സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ പറ്റുമോ? അവരും അവരുടെ തലമുറയെ മദ്യപാനത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രചോദനം എവിടുന്നാണ് ഉണ്ടായത്? ഈ അപ്പനിൽ നിന്ന്, ഈ അച്ഛനിൽ നിന്ന്. ആൾക്കാർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഈ വീഡിയോസിലൊക്കെ ഓരോന്ന് പറയുന്നത്, എൻ്റെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും നന്നാകുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ നന്നാകട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റ് പറയുന്നത്, പുതിയ ഓരോ സബ്ജക്റ്റുകൾ പറയുന്നത്. ആ സബ്ജക്റ്റുകളൊന്നും ഇല്ലാത്തതല്ല, ഞാൻ എങ്ങാണ്ടൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുമല്ല. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്നതും കാണുന്നതും ഇടപെടുന്നതുമായുള്ള സംഭവങ്ങളാണ് കൂട്ടുകാരെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ വീഡിയോയിൽ കൂടെ, നിങ്ങൾ മദ്യപാനം ചെയ്ത് പൈസ കൊടുത്ത് വിഷം മേടിച്ചിട്ട് നിങ്ങളുടെ ജീവനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കരുത്. ഒറ്റ നിമിഷത്തിനാണ് മനുഷ്യന് ഈ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ സുഹൃത്തൊന്നുമില്ല, അച്ഛനെന്നില്ല, അമ്മയെന്നില്ല. മദ്യപാനം നിമിത്തം അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. മദ്യപാനത്തിന് പൈസ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് കലഹക്കാരനാണ്. ബൈബിളിലൊരു വചനം പറയുന്നുണ്ട്, വീഞ്ഞെന്ന് പറയുന്നത് അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന കലഹക്കാരനാണെന്ന്. ശരിയല്ലേ? ശരിയാണല്ലോ, സംശയമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കുടി നിർത്തണം, എല്ലാവരും മദ്യപാനിക്കരുത്, മദ്യപാനം ചെയ്തെന്നൊന്നും പറയാൻ പറ്റിയ ആളുമല്ല ഞാൻ. അതൊട്ട് നടക്കാനും പോകുന്ന കാര്യമല്ല. പക്ഷെങ്കിൽ ആരുമായിട്ടിരുന്ന് കുടിച്ചാലും, എന്ത് ടെൻഷൻ മാറാൻ കുടിച്ചാലും നിങ്ങളുടെ ടെൻഷൻ അവിടെ തന്നെ കിടക്കും, പോകത്തില്ല. പിന്നെ കൂട്ടുകൂടി കുടിച്ചു കഴിയുന്ന ഉടനെ ഒറ്റ നിമിഷത്തിന് ദേഷ്യവും കാര്യങ്ങളും കടന്നു വന്ന സുഹൃത്തുക്കൾ പരസ്പരം വഴക്കിടുന്നു, തല്ലിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, കൊലപാതകം, പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന വിഷമെന്ന മദ്യം മേടിച്ചിട്ട്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ ടെൻഷൻ കാരണം കുടിക്കുന്നവർ, എന്തോ ടെൻഷനാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ടെൻഷനാണ് അവരെ മതിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. ഈ ടെൻഷൻ കാരണം കുടിക്കുന്നവർ, അവരിന്ന് കുടിച്ചു ടെൻഷൻ കാരണം. അപ്പോൾ ആ ടെൻഷൻ പോയില്ലേ? പിന്നെ നാളെയും കുടിക്കും. അപ്പോൾ പിന്നെ ആ ടെൻഷൻ തിരിച്ചു വന്നോ? അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലല്ലോ. അപ്പോൾ ഈ മദ്യം എന്ന ട്രീറ്റ്മെൻറ്റ് ശരിയല്ലല്ലോ. ഇന്ന് ടെൻഷനാണെന്നും പറഞ്ഞ് ഇന്ന് കുടിച്ചെങ്കിൽ പിന്നെ ഇനി അത് വരരുതല്ലോ, ഇന്ന് ടെൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നാളെ ഈ ടെൻഷൻ എങ്ങനെയാണ് വന്നത്? പിന്നെ അപ്പോൾ നാളത്തേക്ക് പിന്നെയും കുടിക്കാൻ. എന്തോരോ അടവുകളാണെന്നേ. സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചാൽ, സ്വന്തം ആരോഗ്യത്തെ സൂക്ഷിച്ചാൽ അവരവർക്ക് കൊള്ളാം. അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇപ്പോൾ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ മദ്യപാനത്തിലേക്ക് കടന്നിട്ടുണ്ട്.
അതൊരു വശത്ത് ആണുങ്ങളെ പറഞ്ഞ് അതൊരു വശത്തെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ പെൺപിള്ളേരും പെണ്ണുങ്ങളും ഒട്ടും പുറകോട്ടല്ലെന്ന് നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിൽക്കുന്നു. ഇപ്പം വിവാഹം കഴിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങളൊക്കെ പെൺപിള്ളേരൊക്കെ ഈ മദ്യമൊക്കെ എടുത്താലേ അത് അവർക്ക് ഇൻഫെർട്ടിലിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നെല്ലാം ഓരോ ഇതല്ലേ, ട്രെൻഡ്. ഇന്ന് പെണ്ണുങ്ങളും പുറകിലല്ല, പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയല്ല പറയുന്നത്, പെണ്ണുങ്ങളും പുറകിലല്ല, അവരും അടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ, നമ്മൾ കാണുന്നില്ല. ആണായാലും പെണ്ണായാലും മദ്യമെന്ന വിഷം മേടിച്ച് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കും സമൂഹത്തിലുള്ള ബന്ധങ്ങൾക്കും നിങ്ങളെപ്പറ്റി നല്ലത് ആൾക്കാർക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാനും കഴിയും. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി വേറെയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം.